ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് വന്ന് അതിൻ്റെ ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. സുഹൃത്ത് ചോദിച്ചുള്ള ചോദ്യം വെച്ചാൽ, അദ്ദേഹം ടാബിൽ 2400 എത്ര ആൾക്ക് പേയ്മെൻറ്റ് അടക്കാനുണ്ട്. ആൾ കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 മാസം അയാൾ അടക്കുന്നില്ല എന്നാണോ അതല്ല പർച്ചേസ് ചെയ്യുന്നില്ല എന്നാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. പർച്ചേസ് ചെയ്യുന്നില്ല എന്നാണ് അതിൽ കണ്ടിട്ടുള്ളത്. ഇനി അത് പർച്ചേസ് ചെയ്യുന്നില്ല എന്നാണെങ്കിലും അടവ് തെറ്റിയിട്ടാണെങ്കിലും രണ്ടിന് ഉത്തരം പറഞ്ഞുതരാം. നിങ്ങൾ നാട്ടിൽ പോയി ഇപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ അടവിനെടുത്തു, 4 മാസത്തിന് അടവിനെടുത്തു. ആദ്യത്തെ മാസം നമ്മൾ അടച്ചു, ഒരു 2 മാസം നമ്മൾ നാട്ടിൽ പോവുകയാണ്. തിരിച്ച് വന്നിട്ടാണ് ബാക്കി അടവ് അടക്കാൻ പറ്റുന്നുള്ളൂ. ഈ 2 മാസം നമ്മൾ അടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ വരും, അത് പലിശ കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ അടവ് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ക്രെഡിറ്റ് തരുന്ന കാര്യത്തിലൊക്കെ അവർ പിന്നോട്ട് വരും. കൂടുതൽ ക്രെഡിറ്റ് സ്കോർ നമുക്ക് കിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന്. ഇനി സുഹൃത്ത് ചോദിച്ചത്, അടക്കുന്നുണ്ട് അയാൾ 2 മാസം 3 മാസം നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ 3 മാസം അദ്ദേഹം അടവ് കറക്റ്റ് ആക്കുന്നുണ്ട്, പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. ഈ 3 മാസമായിട്ട് ടാബ് വഴി ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ വീണ്ടും പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടല്ലേ, പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ടാബിൽ ഇപ്പോൾ 2-3 മാസം നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്യാതെ വെച്ചാലും 4ാമത്തെ മാസം വന്നിട്ട് പർച്ചേസ് ചെയ്താലും പർച്ചേസിങ് നടക്കും, നോ പ്രോബ്ലം. കൂടുതൽ ഓൺലൈനിൽ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കൂടും. കൂടുതൽ ഇങ്ങനെ പൈസ അവർ തരുന്നതനുസരിച്ചിട്ട് നമ്മൾ 2000 അവർ ക്രെഡിറ്റ് തന്നിരിക്കും. ഈ 2000 കഴിയുന്നത് വരെ കാത്തിരിക്കാതെ ഒരു 1000 ദിർഹംസൊക്കെ നമ്മൾ ക്രെഡിറ്റ് എടുത്തു, എന്നിട്ട് വീണ്ടും അത് അടച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ടാബിയുടെ തന്നെ ഓൺലൈനിലുണ്ടല്ലോ, ഡയറക്റ്റ് ഓൺലൈനിൽ, അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താലും ക്രെഡിറ്റ് സ്കോർ കൂടും. പിന്നെ റീപേയ്മെൻറ്റ് കറക്റ്റ് അടച്ചു കൊടുക്കുക. അതൊക്കെയാണ് സ്കോർ കൂടാനുള്ളത്. പിന്നെ ഈ ചോദിച്ചതിൻ്റെ ഈ 2 രീതിയിലാണെങ്കിലും ഉത്തരം ഇതാണ്, പ്രശ്നമൊന്നുമില്ല. അടവ് തെറ്റിയാൽ ഫൈൻ കൊടുക്കേണ്ടി വരും. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മറ്റത് വേറെ പ്രശ്നമൊന്നുമില്ല. തിരിച്ചു വന്നാൽ ഫൈൻ അടക്കം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മൾ നാട്ടിൽ പോയിട്ട് പർച്ചേസ് ചെയ്തില്ല വെച്ചിട്ടും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ആ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതിനൊക്കെ ബൈ.